ഇപ്പോൾ ഒരു കാലത്ത് അബിയു പോലുള്ള വിദേശ പഴങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കായ്ക്കില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു കാര്യമായിട്ടുള്ള ഇതുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് അബിയു പോലുള്ള അബിയു റംബൂട്ടാനാണെങ്കിലും ലിച്ചി ആണെങ്കിലും അവക്കാഡോ ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ നിർദ്ദേശം പാലിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതിൽ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള മൂലകങ്ങൾ ആയിട്ടുള്ള നൈട്രജൻ മൂലകങ്ങൾ അത് ഇത്തരം വിളകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു വളമാണ് ഇതിന് ഇത്തരം പഴങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത്. അതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നുള്ളത് ഇതിൻ്റെ പൂക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇതിലൊക്കെ കായ പിടിച്ചേക്കുന്നത് ഓരോ സമയത്തും അതിൻ്റെ കൃത്യമായ പൂ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ കൃത്യമായ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അബിയുവും അതേപോലെ തന്നെ റംബൂട്ടാനും ഒക്കെ പൂക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേയും കൊടുക്കുന്നത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അബിയു എന്നുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു ശരിയായിട്ടൊരു കുറച്ച് മധുരം കൂടിയിട്ടുള്ളൊരു ഇളനീർ കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാം, നല്ല ഷെയ്ക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കായ്ക്കൂല എന്നൊക്കെ ഉള്ളത്, പക്ഷേ ഇപ്പം കൃത്യമായിട്ട് ഇത് കായ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നടീൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതേപോലെ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് നമുക്ക് 1 മീറ്റർ ആഴമുള്ള കുഴിയെടുക്കുക, അതിനകത്തേക്ക് നല്ല ജൈവവളങ്ങളും അതേപോലെ തന്നെ ഏറ്റവും മേൽമണ്ണും ചേർത്ത് കുഴി നിറച്ച് ആ കുഴിയുടെ നടുവിൽ നിന്നും ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ആ കുഴിക്കകത്തേക്ക് ഇറക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെ ഇത് പരിപാലിക്കണം. അങ്ങനെയെങ്കിൽ കൃത്യം ഒരു 3-ാം വർഷം 2 വർഷം കഴിയുമ്പോൾ തന്നെ അബിയു കായ്ച്ചു തുടങ്ങും. ഇതാണ് നമ്മുടെ 2 വർഷം തന്നെ, കൃത്യമായി 2 വർഷം കഴിയുമ്പോൾ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുന്ന കർഷകർക്ക് 2 വർഷം കൊണ്ട് തന്നെ അബിയു കായ്ച്ചു കിട്ടും.